ദുൽഖർ ചിത്രം ഐ ആം ഗെയിമിന്റെ കഥാ പശ്ചാത്തലം എന്ത്? ഗ്യാങ്സ്റ്റർ ആക്ഷൻ ചിത്രം മട്ടാഞ്ചേരി മാഫിയ ഒരുങ്ങുന്നു. ലാലേട്ടൻ വീണ്ടും കാമിയോവേഴ്സിലെത്തുന്നു. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലെന്ന് ചോദിച്ചിരുന്നു. ഉത്തരം റോഷാക്ക്, മുഹമ്മദ് സുഹൈൽ, അലൻ 23, സയ്യിദ് മസ്ലൻ, യദു കൃഷ്ണൻ, അരുണസ് പിള്ളൈ എന്നിവരെയാണ് കൃത്യമായ ഉത്തരം കമന്റ് ചെയ്തവരിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ളത്. പൃഥ്വിരാജ് ചിത്രം ഐ നോബഡി റിലീസിനെത്തി ആദ്യ 8 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 7 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 14 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഐ നോബഡിയുടെ ബഡ്ജറ്റ് 30 കോടി രൂപ. ചിത്രം തിയേറ്ററുകളിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ലെനിൻ എന്ന തെലുങ്ക് ചിത്രം റിലീസിനെത്തിയ ആദ്യ 7 ദിവസങ്ങൾ കൊണ്ട് ആന്ധ്ര തെലങ്കാനയിൽ നിന്നും 38 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 53 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ലെനിന്റെ ബഡ്ജറ്റ് 50 കോടി രൂപ. ഹോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഈവിൾ ഡെഡ് ബേൺ എന്ന ചിത്രം റിലീസിനെത്തിയ 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 1,21,00,000 രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 25 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 300 കോടി രൂപയുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 190 കോടി രൂപ. ജോജു ജോർജ് നായകനായിട്ടെത്തിയ വരവ് എന്ന സിനിമയുടെ ആദ്യ ദിനം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നും മാത്രം ആദ്യ ദിനം 1,55,00,000 രൂപയോളം സ്വന്തമാക്കിയ വരവിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷൻ 2,20,00,000 രൂപയോളമാണ്. 15 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റിൽ തയ്യാറായ വരവിന് ഒരു ഡീസന്റ് തുടക്കമാണ് ആദ്യ ദിനം ലഭിച്ചിരിക്കുന്നത്. അക്ഷയ് കുമാർ ചിത്രം വെൽക്കം ടു ദ ജംഗിൾ റിലീസിനെത്തി 22 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം 157,42,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 193 കോടി രൂപയും സ്വന്തമാക്കി കഴിഞ്ഞു. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 120 കോടി രൂപ. വെൽക്കം ടു ദ ജംഗിൾ തിയേറ്ററിൽ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. ഹോളിവുഡ് അനിമേഷൻ ചിത്രം മോന റിലീസിനെത്തിയ ആദ്യ 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 22 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 5,80,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 1,030 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ് 2,385 കോടി രൂപ. ഈ ചിത്രവും തിയേറ്ററിൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ കാണുന്നില്ല. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കാതിരിക്കുക. രാഘവ ലോറൻസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് ലോറൻസും തിരുപ്പുകഴും ചേർന്ന് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ തമിഴ് സിനിമയാണ് RL30. നിലവിൽ ചിത്രീകരണം ഉടൻ ആരംഭിക്കാനിരിക്കുന്ന RL30യിൽ ലോറൻസിനൊപ്പം കയാതു ലോഹർ, സായി പല്ലവി, രുക്മിണി വസന്ത്, ജാൻവി കപൂർ എന്നിവർ ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. നാനിയെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീകാന്ത് ഒഡേല സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ തെലുങ്ക് സിനിമയാണ് ദ പാരഡൈസ്. 2026 തുടക്കത്തിൽ തന്നെ ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച ഈ ചിത്രം പല ആവർത്തി റിലീസ് തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് ആ റിലീസ് തീയതികളെല്ലാം തന്നെ മാറ്റിവെക്കുകയായിരുന്നു. റീസെന്റായി വരുന്ന ഓഗസ്റ്റ് 21 ചിത്രം റിലീസിനെത്തിക്കാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഓഗസ്റ്റ് 21 നിന്നും സെപ്റ്റംബർ 25 റിലീസ് പോസ്റ്റ്പോൺ ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഭാഗത്തു നിന്നും വരാനിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. സൂര്യയെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്തു വരുന്ന സൂര്യ 47 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ പായിക്കപ്പായതായി ഒരു വീഡിയോ മുഖേന മൂവി ടീം തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സൂര്യയ്ക്കൊപ്പം നസ്രിയ, നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സൂര്യ 47 നിർമ്മിക്കുന്നത് ഴകരം ഫിലിം കമ്പനിയാണ്. വളരെ വ്യത്യസ്തനായ കോമഡിയും മാസും നിറഞ്ഞ ഒരു ലോക്കൽ പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് സൂര്യ ചിത്രത്തിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ 51ാമത് ജന്മദിനമായ ജൂലൈ 23 ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ടൈറ്റിൽ ടീസറോ അല്ലെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ പുറത്തു വരാൻ സാധ്യതയുമുണ്ട്. ഏകദേശം 2 മാസത്തോളം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ വേണ്ടിവരുന്ന സൂര്യ 47 വരുന്ന ദീപാവലി റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. നിവിൻ പോളി നായകനായി വരുന്ന ഓണം നാളുകളിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു കോമഡി ഫീൽ ഗുഡ് റൊമാന്റിക് സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളി ഈ ചിത്രത്തിൽ ജസ്റ്റിൻ എന്ന കഥാപാത്രമായിട്ട് എത്തുമ്പോൾ ആഷ്ലി എന്ന ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത് മമിത ബൈജു ആണ്. ഇവരെ കൂടാതെ വിനയ് ഫോർട്ട്, സംഗീത് പ്രതാപ്, രഞ്ജി പണിക്കർ, സൃന്ദ, സുരേഷ് കൃഷ്ണ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ കഥാ പരിസരത്തെ പറ്റി നോക്കുകയാണെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിലെത്തുന്ന ജസ്റ്റിൻ എന്ന നിവിൻ പോളിയുടെ കഥാപാത്രം ഒരു കത്തോലിക്ക ഇടവകയിലെ കുടുംബ യൂണിറ്റിന് പോകുന്നതും അവിടെ വെച്ച് ആഷ്ലി എന്ന നായികയുമായി പ്രണയത്തിലാവുന്നതുമായ കാര്യങ്ങളാണ് ചിത്രത്തിന് വൺലൈൻ സ്റ്റോറിയായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രേമലു എന്ന ചിത്രത്തിന് ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് നിർമ്മിക്കുന്നത് ഭാവന സ്റ്റുഡിയോസിന് വേണ്ടി ഫഹദ് ഫാസിലും ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനും ചേർന്നാണ്. വരുന്ന ഓഗസ്റ്റ് മാസം 21 ഓണം സ്പെഷ്യലായി ബെത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്ററുകളിലേക്ക് എത്തും. അജിത് കുമാറിനെ നായകനാക്കി ഗുഡ് ബാഡ് അഗ്ലിക്ക് ശേഷം അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് AK-64. അജിത്തിനൊപ്പം ശ്രീലീല, കയാതു ലോഹർ, SJ സൂര്യ, യോഗി ബാബു, കതിർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന AK-64ന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിലവിൽ കാസ്റ്റിംഗ് വർക്കുകൾ നടന്നു വരുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് വരുന്ന ഓഗസ്റ്റ് മാസത്തോടെ തുടക്കമാകും.
ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അതിമനോഹരം. ലാലേട്ടനൊപ്പം മീര ജാസ്മിൻ, ജഗദീഷ്, ഇർഷാദ്, ബിനു പപ്പു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അതിമനോഹരത്തിന്റെ ചിത്രീകരണം നിലവിൽ തൊടുപുഴയിൽ വെച്ച് നടന്നു വരുന്നു. ഈ ആഴ്ചയോടുകൂടി തന്നെ തൊടുപുഴയിലെ ചിത്രീകരണം മൂവി ടീം പൂർത്തീകരിക്കുകയും ചെയ്യും. തുടർന്ന് വരുന്ന 24-ാം തീയതിയോടെ ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണത്തിന് മുംബൈയിൽ വെച്ച് തുടക്കമാവും. ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന മുംബൈ ഷെഡ്യൂളോടുകൂടി അതിമനോഹരത്തിന്റെ ടോട്ടൽ ചിത്രീകരണം അവസാനിക്കുകയാണ്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന അതിമനോഹരം വരുന്ന ഡിസംബർ 24-ാം തീയതിയാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. STRനെ നായകനാക്കി വെട്രിമാരൻ സംവിധാനം ചെയ്തു വരുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് അരസൻ. നിലവിൽ ചിത്രീകരണം പൂർത്തിയായി വരുന്ന അരസന്റെ അവസാനഘട്ട ഷൂട്ടിംഗ് വർക്കുകൾ വരുന്ന ഓഗസ്റ്റ് മാസത്തോടെ പൂർത്തിയാവുമെന്നും തുടർന്ന് 2026 നവംബർ മാസം 8-ാം തീയതി അരസൻ റിലീസിന് എത്തിക്കാനുള്ള തീരുമാനത്തിലുമാണ് മൂവി ടീമെന്നും ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമായും വടച്ചെന്നൈ എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളും അതേ ലൊക്കേഷനിലുമായിട്ടാണ് അരസന്റെ അവസാനഘട്ട ചിത്രീകരണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിജയ് സേതുപതിയും ഈ ഒരു ഷൂട്ടിൽ ഭാഗമാകുന്നുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ബോളിവുഡിൽ നിന്നും ഉടൻ റിലീസിനെത്താനിരിക്കുന്ന ഒരു മൾട്ടിസ്റ്റാർ സിനിമയാണല്ലോ ഹൈവാൻ. അക്ഷയ് കുമാർ, സെയ്ഫ് അലി ഖാൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഹൈവാൻ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശനാണ്. പ്രിയദർശൻ ലാലേട്ടൻ കൂട്ടുകെട്ടിൽ 2016-ൽ പുറത്തുവന്ന ഒപ്പം സിനിമയുടെ ഒഫീഷ്യൽ റീമേക്കായി വരാനിരിക്കുന്ന ഹൈവാനിൽ ലാലേട്ടന്റെ ഒരു കാമിയോ വേഷം കൂടി ഉണ്ടാവുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന സെപ്റ്റംബർ 11-ാം തീയതിയാണ് ചിത്രം റിലീസിനെത്തുക. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത് വിജയുടെ അവസാന സിനിമയായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ജനനായകൻ സിനിമയുടെ കേരള ബുക്കിംഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജൂലൈ 18, അതായത് നാളെ വൈകിട്ട് 6 മണി മുതൽ ജനനായകന്റെ കേരളത്തിൽ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഓപ്പൺ ആവും. എന്നാൽ തമിഴ്നാട്ടിൽ ജൂലൈ 19 ഞായറാഴ്ച മാത്രമേ ബുക്കിംഗ് എല്ലാം ഓപ്പൺ ആവുകയുള്ളൂ. അതേസമയം ഇതിനോടകം ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്ന കർണാടക, ഓവർസീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും 5 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു പ്രീസെയിൽ കളക്ഷനാണ് ജനനായകന് ലഭിച്ചിരിക്കുന്നത്. വരുന്ന ജൂലൈ 23-ാം തീയതിയാണ് ചിത്രം റിലീസിനെത്തുക. റീസെന്റായി തെലുങ്കിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമയാണ് സമന്ത കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച മാ ഇന്ദി ബംഗാരം. 15 കോടി രൂപയോളം ബഡ്ജറ്റിലെത്തിയ ഈ ചിത്രം ലോകമെമ്പാടും നിന്നും 100 കോടി രൂപയോളം കളക്ഷനായി നേടിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മൾട്ടി ലാംഗ്വേജിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വേട്ടുവം എന്ന തന്റെ പുതിയ സിനിമ പൂർത്തിയാക്കിയ സംവിധായകൻ പാരഞ്ജിത്ത് അടുത്തതായി സർപ്പാട്ട പരമ്പര 2-ന്റെ ചിത്രീകരണത്തിലേക്ക് കടക്കാനൊരുങ്ങുന്നു. വരും ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിട്ട ശേഷം വരുന്ന ഓഗസ്റ്റ് മാസം 13-ാം തീയതി മുതൽ സർപ്പാട്ട 2-ന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ സർപ്പാട്ടയുടെ 2-ാം ഭാഗമാണെങ്കിലും കഥ മുൻപോട്ടല്ല നടക്കുന്നത്. ആദ്യ ഭാഗത്തിന്റെ കഥ നടക്കുന്നത് 1970-കളിലായിരുന്നെങ്കിൽ 2-ാം ഭാഗത്തിന്റെ കഥയുടെ പശ്ചാത്തലം 1940-50 കാലഘട്ടമാണ്. അതായത് കപിലന്റെയും ഡാഡിയുടെയും ഒക്കെ മുൻ തലമുറയുടെ ബോക്സിംഗ് പോരാട്ടങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മട്ടാഞ്ചേരി മാഫിയ. കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ മൂവി ടീം ഓൾറെഡി ആരംഭിച്ചിരുന്നു. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ വർഷം ഒക്ടോബർ മാസത്തോടെ മട്ടാഞ്ചേരി മാഫിയയുടെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് തുടക്കമാവും. മമ്മൂട്ടിക്കൊപ്പം ആസിഫ് അലി, നസ്ലിൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന മട്ടാഞ്ചേരി മാഫിയ 2027 സമ്മർ റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. സൂര്യ, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വെങ്കി അട്ലൂര് സംവിധാനം ചെയ്തു വരുന്ന ഒരു റൊമാന്റിക് ഫീൽ ഗുഡ് സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. നിലവിൽ റിലീസിന് തയ്യാറെടുത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ കർണാടക തിയേറ്റർ വിതരണാവകാശം പ്രൈമാർക്ക് പ്രൊഡക്ഷൻസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല 120 കോടി രൂപയോളം ബഡ്ജറ്റിൽ തയ്യാറായിരിക്കുന്ന ഈ ചിത്രം നിലവിൽ തിയേറ്റർ, OTT, സാറ്റലൈറ്റ് റൈറ്റ്സുകളിലൂടെ റിലീസിന് മുമ്പ് തന്നെ പ്രൊഡ്യൂസർക്ക് ലാഭം നേടിക്കൊടുത്തതായും ചില വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതിയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ് തിയേറ്ററുകളിലേക്ക് എത്തുക. ഹോളിവുഡിൽ നിന്ന് വൻ പ്രതീക്ഷകളോടെ ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു മാർവൽ സൂപ്പർ ഹീറോ ചിത്രമാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ചിത്രത്തിന്റെ ഇന്ത്യയിലെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതും ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഭാഷകളിൽ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. വരുന്ന ജൂലൈ 30 മുതൽ ഇന്ത്യയിലും ജൂലൈ 31 മുതൽ ലോകമെമ്പാടുമായി സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റിലീസിനെത്തും. ദുൽഖറിനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് നിലവിൽ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഒരു പാൻ ഇന്ത്യൻ മലയാളം സിനിമയാണല്ലോ ഐ ആം ഗെയിം. ലക്കിനെ മാത്രം വിശ്വസിക്കുന്ന ഒരു യുവാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ക്രിക്കറ്റിന്റെയും ഗാംബ്ലിംഗിന്റെയും അധോലോകത്തിന്റെയും പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ഫാന്റസി ചിത്രമാണ് ഐ ആം ഗെയിം. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, കദിർ, മിഷ്കിൻ, കയാദു ലോകർ, സാൻഡി മാസ്റ്റർ എന്നിങ്ങനെ വമ്പൻ താരത്തിന്റെ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഐ ആം ഗെയിമിന്റെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം, മേ ബി അത് ടീസർ അപ്ഡേറ്റോ ആവാം. അത് ഈ ആഴ്ച തന്നെ പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പ്രശസ്ത മലയാള സിനിമയിലെ ഒരു ഫ്രെയിമാണ്. ഇത് ഏത് സിനിമയിലെന്ന് മനസ്സിലായവർ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യം ഉത്തരം നൽകുന്ന 5 പേരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.